ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഫേസ് മാസ്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം എന്നാണ് നോക്കുന്നത്. ഇതുപോലത്തുള്ളൊരു മാസ്കാണ് ഇവിടെ റെഡിയാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് കനം കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് രണ്ടായിട്ട് മടക്കിയെടുക്കുന്നത്. കട്ടിയുള്ള തുണിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു ലെയറായിട്ട് എടുത്താൽ മതിയാവും. ഇനി ഇതിൻ്റെ അളവുകൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് 8 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളവുമാണ് ഞാനിവിടെ എടുക്കുന്നത്. അതൊന്ന് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലും അതുപോലെ തന്നെ 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്കെയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ തുണി ഇല്ലെന്നുണ്ടെങ്കിൽ കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന തുണി സഞ്ചി ഉപയോഗിച്ചിട്ടായാലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഈ സൈഡൊന്ന് മടക്കി അടിക്കണം. രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നടിക്കാം. എപ്പോഴും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോൾ ഒന്ന് കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ. അതായത് നൂലഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അടിച്ച് കഴിയുമ്പോഴും ഒന്ന് കെട്ടിടുക എന്ന് പറഞ്ഞാൽ ഒന്ന് റിവേഴ്സ് പോയിട്ട് വീണ്ടും അടിച്ചെടുക്കുക. ഇനി ഈ സൈഡ് അടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ എങ്ങനെയാണ് ഫ്ലീറ്റ് ഇടണേന്ന് നോക്കാം. 2 or 3 ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഒരു 3 ഫ്ലീറ്റിനുള്ളത് കിട്ടും. ഇനി നമുക്കിതൊന്ന് തയ്ക്കാൻ നോക്കാം. നിങ്ങളുടെ കയ്യിൽ കട്ട് പീസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ടൈലറിങ് ഷോപ്പിലോ അല്ലെങ്കിൽ വീടുകളിൽ ഇരുന്ന് തയ്ക്കുന്നവരുടെ അടുത്തായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കട്ട് പീസ് കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ മാസ്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഈ സൈഡും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാതെ എടുക്കാവുന്ന ഒന്നാണിത്. ഇപ്പോൾ 2 സൈഡും ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ഈ 2 സൈഡും കവർ ചെയ്ത് ഒരു തുണി കൊണ്ട് കവർ ചെയ്ത് മടക്കി അടിക്കണം. അതിനായിട്ടുള്ള കട്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് വള്ളിയായിട്ട് കെട്ടാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എലാസ്റ്റിക് ഇട്ടായാലും ചെയ്യാം. നമ്മളിവിടെ വള്ളിയായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് കവർ ചെയ്തടിക്കണം. അതിനായിട്ട് ഈ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മടക്കി അടിക്കണം. ഇതിൻ്റെ ഈ ഭാഗം കുറച്ച് തള്ളിയിട്ടിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അടിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടും. ഇനി ഇതൊന്ന് മറിച്ചെടുക്കണം. കണ്ടോ, ഇങ്ങനെ മറിച്ചെടുക്കണം. എന്നിട്ടിത് അപ്പുറ വശത്ത് കൊണ്ടുപോയിട്ട് മടക്കി അടിക്കണം. അപ്പോൾ ഇത്ര വീതി വേണ്ട. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ആവശ്യത്തിന് വീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ വള്ളി പിടിപ്പിച്ച് കൊടുക്കേണ്ടത്. വള്ളി അല്ലെങ്കിൽ ചെറിയൊരു എലാസ്റ്റിക്, കനം കുറഞ്ഞ എലാസ്റ്റിക്. ഇങ്ങനെ 2 സൈഡും അടിച്ചെടുക്കാം. ഇനി ഇതിനുള്ള വള്ളിയാണ് തയ്യാറാക്കുന്നത്. ഇതേ തുണി കൊണ്ട് തന്നെ നമുക്ക് വള്ളിയും അടിച്ചെടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് അടിക്കാം. അപ്പോൾ ഒരു 10-12 ഇഞ്ച് നീളത്തിൽ നമുക്കൊരു വള്ളി റെഡിയാക്കി എടുക്കണം. 4 സൈഡിലും പിടിപ്പിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതിലൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വള്ളിയെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് 4 വശത്തും പിടിപ്പിച്ചു കൊടുക്കാം.
ഓക്കെ, ഇനി ഇതിൻ്റെ ഈ സൈഡിൽ 4 അരികിലും ഈ വള്ളി മറുവശത്ത് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ച് റിവേഴ്സ് ഇട്ട് അടിച്ചൊന്ന് ഉറപ്പിക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിനായിട്ട് കുറേ കാശ് ചിലവാക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലേ. ഇനി ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കിയിട്ടുള്ള മാസ്കാണത്. ഇത് വന്നിട്ട് തുണിസഞ്ചി ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്ലാസ്റ്റിക് ഒഴിവാക്കിയതുകൊണ്ട് ഇപ്പോൾ കടകളിൽ നിന്ന് ഇതുപോലത്തെ സഞ്ചിയാണ് മേടിക്കാൻ കിട്ടുന്നത്, തുണീൻ്റെ സഞ്ചിയാണ്. ഇത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ആ മാസ്ക് റെഡിയാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളാണത്. നിങ്ങളുടെ കയ്യിൽ തുണിയില്ലെങ്കിൽ ഇതുപോലത്തെ സഞ്ചി ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ തുണി കൊണ്ടുള്ള മാസ്കാണിത്. വളരെ കംഫർട്ടബിളായിട്ട് ധരിക്കാൻ പറ്റും. ഇത് സഞ്ചി കൊണ്ട് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.